ഹരിതകർമ്മസേനാംഗങ്ങളുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് നൽകി വെട്ടിലായി പെരിനാട് ഗ്രാമപഞ്ചായത്ത്. പഠനോപകരണം വിതരണം ചെയ്യാൻ പണപ്പിരിവ് നടത്തിയെന്ന ആരോപണമാണ് പെരിനാട് ഗ്രാമപഞ്ചായത്തിനെ വെട്ടിലാക്കിയത്. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുമനസ്സുകളുടെ സഹായത്തോടെ പഠനോപകരണങ്ങൾ വിതരണം നടത്തിയതെന്നാണ് പഞ്ചായത്ത് അംഗങ്ങളുടെ വിശദീകരണം. കഴിഞ്ഞ മാസം നടന്ന ഹരിതകർമ്മസേനാംഗങ്ങളുടെ യോഗത്തിൽ കുട്ടികൾക്ക് ബാഗ് പോലും വാങ്ങി നൽകാൻ കഴിയാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് മുന്നിൽ അംഗങ്ങൾ അവതരിപ്പിച്ചിരുന്നു. തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവരെ സഹായിക്കാനായി മുന്നിട്ടിറങ്ങി. സുഹൃത്തുക്കളിൽ നിന്നും മറ്റും ഏതാനും തുക വാങ്ങി ബാഗ് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ വാങ്ങി. 9 എണ്ണം വേണ്ടെടുത്ത് 5 എണ്ണമാണ് ഇത്തരത്തിൽ വാങ്ങാനായത്. തുടർന്ന് ഇദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റിനോടും മറ്റും വിവരങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ സ്വന്തമായി ബാഗ് വാങ്ങാനായി പണം നൽകി. തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് 9 നിർധനരായ ഹരിതകർമ്മസേനാംഗങ്ങളുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഇതേ സമയത്ത് തന്നെ പഞ്ചായത്ത് അതിദരിദ്രരായവരുടെ മക്കളിൽ 9 പേർക്ക് പഠനോപകരണം വിതരണം ചെയ്തു. നിങ്ങളെയൊക്കെ സംരക്ഷണം ഉത്തരവാദി പഞ്ചായത്തിന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ സമൂഹത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളെപ്പോൾ ആൾക്കാർക്ക് സന്നദ്ധമാകുവാനുള്ള വലിയ കാര്യം അതല്ല. ഇതിനൊക്കെ മഹത്വമായിട്ടുള്ള കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാണേണ്ടവരെ നിങ്ങൾ ആ കാണാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിന് നമ്മൾ പഞ്ചായത്ത് നമ്മുടെ സമിതികളെല്ലാം ഇതിനു വേണ്ടി മറുപടി പറയേണ്ട അവസ്ഥയാണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അടുത്ത വർഷം മുതൽ ഇത് നമ്മൾ ഇതിനേക്കാൾ ഗംഭീരമാണ്. ഇതിനിടെ അതിദരിദ്രരായവരുടെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്താൻ പണപ്പിരിവ് നടത്തിയെന്ന ആരോപണം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉന്നയിച്ചതോടെ വിഷയം ഏറ്റെടുത്ത് BJP രംഗത്ത് വരികയും പഞ്ചായത്തിൽ ഉപരോധം നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് നടന്ന സംഭവങ്ങൾ വിശദീകരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാറും ഹരിതകർമ്മസേനാംഗങ്ങളും രംഗത്തെത്തിയത്. ഹരിതകർമ്മസേനാംഗങ്ങളുടെ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തത് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നല്ലെന്നും സ്വന്തം പോക്കറ്റിൽ നിന്നാണെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ ചെയ്ത സേവന പ്രവർത്തനം വിവാദമാക്കേണ്ടതില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.